നമ്മൾ ശ്രദ്ധിക്കാം, നമ്മളുടെ നാട്യങ്ങളിലല്ല ഇഖ്ലാസും ഖൗഫും റജാഉം ഒന്നും ഉണ്ടാകേണ്ടത്, പ്രവർത്തനങ്ങളിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിജ്ഞാന സമ്പാദനത്തിനൊടുവിൽ ഖിളിർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ 66-ാമത്തെ ആയത്ത്, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. ഇവിടെ ഇത്തിബാഇന് മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥം വളരെ ശ്രദ്ധേയമാണ്. ഇത്തിബാഇന് സുഹബത്ത് എന്നാണ് മുഫസ്സിറുകൾ പരിചയപ്പെടുത്തിയത്. അതായത് അധ്യാപകന്റെ സുഹബത്തില്ല എങ്കിൽ, അധ്യാപക സാന്നിധ്യം ക്ലാസ് റൂമിനകത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ദൃശ്യമാകുന്ന തരത്തിൽ മാത്രം ഉണ്ടായ പോരാ, അധ്യാപക സാന്നിധ്യം ഇല്ല എങ്കിൽ കുട്ടികളുടെ ഇൽമ് കാമിലാവുകയില്ല, അല്ലെങ്കിൽ ഇൽമ് ആ അളവിൽ കുട്ടികൾക്ക് അറ്റൈൻ ചെയ്യാൻ നേടിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അധ്യാപകന്റെ സുഹബത്ത് ഉണ്ടാവുക എന്നത് ഇൽമിന്റെ കമാലിയത്തിന് അടിസ്ഥാനപരമായ കാര്യമാണ്. ഇപ്പൊ നമ്മൾ ഇത് ആലോചിച്ചാൽ മതി, നമ്മൾ ഇത്ര വലുതായ നമ്മൾ തന്നെ ഒരു വീഡിയോ ഫോണിലൂടെ കാണുകയാണെങ്കിൽ, നല്ല നല്ല അടിപൊളി പ്രസംഗമോ അല്ലെങ്കിൽ വാദോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണുമെങ്കിൽ നമുക്ക് തന്നെ അത് എത്ര സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും? എന്തെങ്കിലും സീരിയസ് മാറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നാണെങ്കിലും പക്ഷെ നമ്മളത് ഫുള്ള് ശ്രദ്ധിക്കാന്ന് വരാം. സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എത്ര സമയം അത് ശ്രദ്ധിക്കാൻ പറ്റും? അതിനൊരു കണക്കുണ്ട്. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ അളവിൽ അധ്യാപകരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളില്ലാതെ ക്ലാസ് റൂമിനകത്ത് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാതിരുന്നാൽ കുട്ടികൾ ഇനി വരുന്ന ഒരു തലമുറയെ നമുക്ക് ശരിയായ ദീനിന്റെ വഴികളിൽ നടത്താൻ പറ്റില്ല. അതുകൊണ്ട് അധ്യാപന ജീവിതം അല്ലെങ്കിൽ അധ്യാപകന്റെ അധ്യാപന കല ഈ കോവിഡ് കാലത്ത് കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന പ്രധാന ലക്ഷ്യവുമായിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ മറ്റൊരു ലക്ഷ്യം, കുട്ടികളുടെ മാനസിക നില മനസ്സിലാക്കി അവരോട് നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നീ രണ്ട് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഒരു അധ്യാപകൻ അവന്റെ അധ്യാപന ജീവിതം അല്ലെങ്കിൽ അധ്യാപക വ്യക്തിത്വത്തെ കൂടുതൽ ഫലപ്രദമാക്കി ഉപയോഗപ്പെടുത്തുമ്പോൾ ക്ലാസ് റൂമിനകത്ത് ഉണ്ടാകുന്നത് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ അഥവാ സാംസ്കാരിക കൈമാറ്റം ആണ് നടക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നടക്കുമ്പോൾ, അതായത് ഓൺലൈനിനകത്ത് നടക്കുന്ന കുട്ടികൾക്ക് എന്താ പറയാ, സാംസ്കാരിക കൈമാറ്റം കിട്ടൂല. അതായത് അധ്യാപകന്റെ സുഹൃബത്ത് ഇല്ലാത്തത് കൊണ്ട് ആ സാംസ്കാരിക കൈമാറ്റം ഒരിക്കലും കിട്ടില്ല. നമ്മളിവിടെ സാംസ്കാരിക കൈമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കുട്ടി ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അവരെക്കാൾ മുതിർന്നവരെ ആദരിക്കുക, അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കാൾ മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നുള്ളത് ഒരാളുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. ആര് ഉയർന്നു വന്നിട്ടുണ്ടോ അവർ കൂടുതൽ ആദരവിന്റെ ആളുകളായിരിക്കും. പക്ഷേ നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്നത് ആദരവുകൾ പിടിച്ചു വാങ്ങലാണ് നടക്കുന്നത്. ആദരവുകൾ പിടിച്ചു വാങ്ങേണ്ടതല്ല, ആദരവുകൾ ആളുകൾക്ക് അത് ആദരവിന് അർഹനാണ് ഈ വ്യക്തി എന്ന രീതിയിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടാകണം. സ്വാഭാവികമായും മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇൽമിനെ പരിചയപ്പെടുത്തിയത് അൽ ഇൽമു ലിൽ അമലി എന്നാണ്. ഇൽമ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏത് ഇൽമായിരുന്നാലും പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇൽമിനു ശേഷമാണ് ഖൗഫ്, റജാ, അതുപോലുള്ള ഇഖ്ലാസ് ഒക്കെ ഉണ്ടാകേണ്ടത്. ഇൽമിന്റെ മുന്നേ ഖൗഫും റജാഉം ഇഖ്ലാസുമിന്റെയും ഒക്കെ അഭിനയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയായ രീതിയിൽ ഇൽമ് കരസ്ഥമാക്കിയതിനു ശേഷമാണ് ഖൗഫ് ഉണ്ടാകേണ്ടത്, റജാ ഉണ്ടാകേണ്ടത്, ഇഖ്ലാസ് ഉണ്ടാകേണ്ടത്. ഇത് മനസ്സിലാക്കാൻ ഞാനൊരു സിമ്പിളായ ഉദാഹരണം പറയാം. ഇപ്പൊ ഇഖ്ലാസിന്റെ അഭിനയമാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതിന് ഉദാഹരണം, ഇപ്പൊ നമ്മൾ കുറെ ആളുകൾ ഉണ്ട് എങ്കിൽ അവിടെ ഭക്ഷണം കഴിച്ചാൽ അൽഹംദുലില്ലാഹിന്റെ ഇത് കേൾക്കാൻ പറ്റും. ഭയങ്കര വെറൈറ്റി ഒക്കെ ആയിട്ട് ഇഖ്ലാസിന്റെ അൽഹംദുലില്ലാഹ് ഭയങ്കര അത് ഇഖ്ലാസിന്റെ അഭിനയമാണ്.
നമ്മൾ വരുമ്പോൾ കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്ന ശരിയായ രീതിയിൽ കുട്ടികളോടുള്ള പ്രവർത്തനം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ സംഗതികളൊക്കെ സമൂഹത്തിനകത്തു നിന്ന് നഷ്ടപ്പെടുന്നത്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ, ഇത് അധ്യാപകനിൽ നിന്ന് അങ്ങനെയുള്ള സാംസ്കാരിക കൈമാറ്റം കിട്ടിയാൽ മാത്രമേ കുട്ടികൾക്ക് ആ സാംസ്കാരിക കൈമാറ്റം അവരുടെ വീട്ടിലും കുടുംബത്തിലും മറ്റുള്ള ഇടങ്ങളിലും ചെയ്യാൻ പറ്റൂ. ഇപ്പോ മദ്രസയിലെ മുസ്ഹഫ് കുട്ടി ചന്തിക്കു താഴെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ട ഒരു അധ്യാപകൻ കണ്ടിട്ടും അത് മൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ പിന്നെ എന്ത് സാംസ്കാരിക കൈമാറ്റമാണ് നടക്കുക? അപ്പുറത്തെ ക്ലാസ്സിലെ ഉസ്താദ് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരു കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ നേരിടുന്ന രീതികൾക്കനുസരിച്ച് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അപ്പുറത്തെ ഉസ്താദിനെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ മോശമാണ് എങ്കിൽ പിന്നെ ആ കുട്ടിയോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ബിരുദം കൊണ്ടോ വേറുള്ളത് കൊണ്ടോ അവിടുത്തെ സദറിനേക്കാൾ പലപ്പോഴും ബിരുദം കൊണ്ടോ വേറുള്ളത് കൊണ്ടോ നമ്മൾ മുകളിലായിരിക്കാം. പക്ഷെ അവിടെ മൂപ്പര് സദറാണോ, മൂപ്പരെ അംഗീകരിക്കുക, ആദരിക്കുക എന്നത് ആ സ്ഥാപനത്തിന്റെ സ്മൂത്തിന്, ആ സ്ഥാപനത്തിന്റെ ശരിയായ നിലനിൽപ്പിന് അത് അടിസ്ഥാനപരമായ കാര്യമാണ്. അതില്ലാതിരുന്നാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ഉണ്ടായ ഒരു കാര്യങ്ങൾ പറയണം. ചിലപ്പം സദർസ്ഥാദിന് വാട്സപ്പ് ഇത്തരം ഇങ്ങനത്തെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ഒരു ഇത് ഉണ്ടായിക്കോളുന്നില്ല. കാരണം അവര് നമ്മുടെ ജനറേഷനിലല്ല ജീവിച്ചിട്ടുണ്ടാവുക. കുറെ അവര് വേറെ കുറച്ചും കൂടി നമ്മളെക്കാൾ മുതിർന്നവരായിരുന്നു. പക്ഷേ അവര് അനുഭവങ്ങൾ കൊണ്ട് ഈ എന്താ പറയാ, സംഭവ വികാസങ്ങളുടെ ഒരുപാട് വലിയ നിറസാന്നിധ്യമായിരിക്കും അവരിൽ ഉണ്ടാവുക. പക്ഷെ നമുക്ക് ഇത്തരം ടെക്നിക്കലി നമ്മൾ കുറച്ച് മുൻപന്തിയിലാണെന്ന് വിചാരിച്ചിട്ട് അവരെ അവമതിക്കുന്ന തരത്തിലുള്ള സംഗതികൾ മദ്രസക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഇടങ്ങളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്താ വെച്ച് കഴിഞ്ഞാല് ആ മദ്രസക്കകത്ത് നിന്ന് വരുന്ന, അതായത് സദറിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഉസ്താദുമാരെ ആദരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു സിസ്റ്റം അവിടെ വളർന്നു വരുമ്പോൾ അവിടെ വളരുന്ന കുട്ടികളിൽ അതിന്റെ പ്രതിഫലനം കാണാൻ പറ്റും. ആ പ്രതിഫലനമാണ് പിന്നീട് നമുക്ക് സമൂഹത്തിനകത്ത് ദൂരവ്യാപകമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അവിടെ ശരിയായ രീതിയിൽ നിലനിൽക്കാൻ സാധ്യമല്ല എങ്കിൽ ഒന്നുകിൽ നമ്മൾ സലാം പറഞ്ഞ് നമുക്ക് ആ മാസത്തെ ശമ്പളം കൈപ്പറ്റാണെങ്കിൽ അത് കൈപ്പറ്റി വളരെ സുന്ദരമായി അവിടുന്ന് പിരിഞ്ഞു പോവാം. അല്ല എങ്കിൽ അവരെ അംഗീകരിക്കുകയും അവരോട് കൂടി ചേർന്ന് അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ച് നമ്മളുടേതായ അഭിപ്രായങ്ങൾ അവരിൽ നിന്ന് അവരോട് പറഞ്ഞ് അതിന്റെ അംഗീകാരം വാങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു മനസ്ഥിതി ഇനി വരുന്ന കാലഘട്ടത്തിൽ വല്ലാതെ കണ്ട് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഉണ്ടാകാതിരുന്നു കഴിഞ്ഞാൽ നമ്മളിനി ഏത് അർത്ഥത്തിലുള്ള സുഹൃത്ത് കൊടുത്തു കഴിഞ്ഞാലും ഒരു സ്ഥാപനം ശരിയായ രീതിയിൽ വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് അധ്യാപകർ തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ആ ബന്ധം മെച്ചപ്പെടുന്നതിനനുസരിച്ചാണ് ഒരു സ്ഥാപനം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോകുന്നത്. ഇത് ബേസാണ്. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇദാ റഅയ്തുമുൽ മുതവാളിഈന ഫതവാളഉ. വിനയാന്വിതരായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ വലിപ്പവും നമ്മളുടെ പാടി അവിടെ പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. ഇതാ റഅയ്തുമുൽ ഉയർച്ച, അല്ലെങ്കിൽ ഒരാൾക്ക് ഉയർന്നു വരണം എന്ന് ഏതെങ്കിലും മേഖലയിൽ ഉയർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നവര് ബേസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതാ റഅയ്തുമുൽ മുതവാളിഈന ഫതവാളഉ. അവരോട് വിനയത്തിലെ പെരുമാറാകും. സാധാരണ നമ്മുടെ കൂടെയുള്ള വയസ്സായ ഉസ്താദുമാർ അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന പക്വതയുള്ള വേറുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ നമ്മൾ കാണിക്കുന്ന നീരസം അല്ലെങ്കിൽ നമ്മളെക്കാളെ നമ്മൾ അതിനോട് കാണിക്കുന്ന ഒരു അവജ്ഞ അത് നമ്മളുടെ വളർച്ചയെ പിറകോട്ട് വലിക്കും. എന്നാൽ നേരെ തിരിച്ച് അവിടെ തന്നെ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സൂചിപ്പിച്ച മറ്റൊരു ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇദാ റഅയ്തുമുൽ മുതകബ്ബിരീന. വലിയ അഹങ്കാരം പറയുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു, ഞാൻ ഇവിടെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന അർത്ഥത്തിൽ ഒരാൾ വമ്പ് പറഞ്ഞാൽ ഇദാ റഅയ്തുമുൽ മുതകബ്ബിരീന ഫതകബ്ബറു. അവിടെ നിങ്ങളും അഹങ്കരിച്ചേക്കണമെന്നാണ്. ഇതാ നമ്മൾ ഉസ്താദല്ലേ, നമ്മളിങ്ങനെ 100 രൂപ എടുക്കുന്നു കണ്ടിട്ട് മൂപ്പരോട് പൂജിച്ച് നിൽക്കണം. ആ സിദ്ധാന്തം നമ്മൾ എന്ന് ഉപേക്ഷിക്കുന്നോ അന്ന് നമുക്ക് മാറ്റം ഉണ്ടാകും. ഇദാ റഅയ്തുമുൽ മുതകബ്ബിരീന
ഫതകബ്ബറു. എന്നിട്ട് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? ലിഅന്നഹും മദില്ലത്തുൽ ഫസിഗാർ. നിങ്ങൾ നിന്ദ്യരാകാതിരിക്കാൻ, നിങ്ങളെ കൊച്ചാകാതിരിക്കാൻ, അതായത് നിങ്ങളൊരു നമ്മളെ ഈ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ഹംകാക്കാതിരിക്കാൻ നമ്മൾ അവിടെ അങ്ങനെ തന്നെ നിലകൊള്ളണമെന്നാണ്. കാരണം നമ്മളുടെ കാമ്പ് കുറവാകുമ്പോഴാണ് നമുക്ക് ഇത്തരം ചിന്തകളും പ്രശ്നങ്ങളൊക്കെ വരിക. അപ്പൊ എപ്പോഴും നമ്മൾ ഉയർന്നു ചിന്തിക്കുകയും ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പ് നമ്മളുടെ കൈകളിൽ ഭദ്രമാണ് എന്ന് നമ്മൾക്ക് ഉറപ്പുണ്ടാകണം. അല്ല എങ്കിൽ വരുന്ന ഒരു തലമുറയെ നമുക്ക് വേണ്ട അളവിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റില്ല. ഇതാണ് അധ്യാപകരുമായി ബന്ധപ്പെട്ട് പറയപ്പെടാനുള്ളത്. രണ്ടാമത്തെ പ്രധാനമായിട്ടും പറയാനുള്ളത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. നമ്മുടെ നിലവിലുള്ള വിദ്യാർത്ഥികൾ ഈ ഓൺലൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാകുമ്പോൾ പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് കുട്ടികളിൽ കാണുന്നത്. ഒന്നാമത്തെ പ്രശ്നം ഡിസ്ലെക്സിയ എന്നാണ് ഇതിന് പറയാം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാല് വായനയിൽ കുട്ടികൾ വളരെ പുറകിലായിട്ടുണ്ടാകുന്നു. ആ വായനയെ വളരെ വേഗത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായി കുട്ടികളുടെ വായന ഇത് ഇത്ര വളരെ വിലകൊണ്ട് പറ്റിയ 3 കാരണങ്ങൾ ഞാൻ പറയും. പ്രധാനപ്പെട്ട പഠന പ്രശ്നങ്ങൾ. ആ 3 പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഏതാണ്? കുട്ടികളിലെ അമിത വിശ്രമം, തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുക, തോന്നിയ സമയത്ത് ഉറങ്ങാൻ ഉള്ള അവസരം ഉണ്ടാവുക, തോന്നിയ സമയത്ത് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചിട്ട് ഈ ക്ലാസ്സുകളോ വേറെയോ ചെയ്യാൻ പറ്റുക. നിലവിൽ ഒരു ചിട്ടയില്ലാതെ തോന്നിയ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഏകദേശം 8-9 മാസം കുട്ടികൾക്ക് സമയം കിട്ടി. ആ ഒരു അവരിലുള്ള ഒരു ആലസ്യം അത് അവരുടെ വായനാശേഷിയെ വല്ലാതെ കണ്ട് പിറകോട്ട് വലിച്ചിട്ടുണ്ട്. നമ്മളുടെ കുട്ടികൾ വായനാശേഷിയിൽ പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു തലമുറക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ആ അളവിൽ ആ കുട്ടികൾ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഇനി നമുക്ക് കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ, ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതിലൊക്കെ പണി സമയമില്ല എന്ന് പറയുന്നിടത്ത് നിന്ന് അധ്യാപകൻ മാറണം. അധ്യാപകൻ ഒരിക്കലും പരാതികൾ പറയുന്നവനാവാൻ പാടില്ല. അതിനിപ്പോ എന്താ പരിഹാരം, അതിനെന്താ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്ക് എല്ലാത്തിനും ഇതുണ്ടാവും. സമയക്കുറവ് എന്ന് പറയുന്ന ഒരു സംഗതി സത്യത്തിൽ ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ ഷെഡ്യൂൾ ചെയ്യാത്തത് കൊണ്ടാണ്. കാരണം ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യണവർക്കും ഒന്നും ചെയ്യാത്തവർക്കും ഒരേ സമയം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾ ആ ചെയ്യേണ്ട സമയത്ത് ഷെഡ്യൂൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായതുകൊണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യേണ്ട ആ ഒരു മനസ്ഥിതിയാണ് നമുക്കുള്ളത്. പിന്നെ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നോക്കിക്കാണാൻ പറ്റും? അല്ലെങ്കിൽ ഇന്ന വർഷത്തിനുള്ളിൽ ഞാൻ ഇന്നതൊക്കെ ചെയ്തു തീർക്കും എന്ന് ചെറിയ അളവിലെങ്കിലും ഒരു നിയ്യത്തില്ലാത്ത ആൾക്ക് എങ്ങനെ കാര്യങ്ങളെ മാറ്റി ചെയ്യാൻ പറ്റും? അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ട് ക്ലാസ് റൂമിനകത്ത് വരുന്ന കുട്ടികളുടെ വായനാ മേഖലയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരു അധ്യാപകൻ എന്ന നിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയാം. ആദ്യം സത്യത്തിൽ നടക്കേണ്ടത് ഏതു പാഠഭാഗവും ഗുരുമുഖത്ത് നിന്നാണ് കുട്ടികൾ ആദ്യം കേൾക്കേണ്ടത്. അതിന് പറയാം റീഡിംഗ് ടീച്ചർ ഇൻഡിവിജ്വലി എന്നാണ്. അധ്യാപകൻ ഒരു തവണ ഏത് പാഠമാണെങ്കിലും അത് വായിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് അത് വായിക്കാൻ പിന്നെ ഒരു അവസരം കൊടുക്കണം. നമ്മളൊരു പാഠഭാഗം എടുത്തുകൊണ്ട് കുട്ടികളൊക്കെ കൈവച്ചു വായിച്ചു ഒക്കെ ഓക്കെ, പക്ഷേ നമ്മുടെ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നടക്കേണ്ടത് റീഡിംഗ് ലേണേഴ്സ് ഇൻഡിവിജ്വലി എന്നാണ് പറയാം. പിന്നെ എല്ലാ പഠിതാക്കൾക്കും ഒരു തവണ അത് വായിക്കാൻ അവസരം കിട്ടണം. അതിനുശേഷമാണ് നമ്മുടെ ചോദ്യം ചോദിക്കലും വേറെയൊക്കെ നടക്കേണ്ടത്. പക്ഷേ അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും വായിക്കേണ്ടതെന്നും പറഞ്ഞാലൊന്നും വായന എന്ത് നടക്കൂല, കാര്യമാത്ര പ്രസക്തമായ വായന നടക്കൂല. കുട്ടികളുടെ ആ ശേഷി നമുക്ക് കൂടുതൽ പ്രോഗ്രസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കൂല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐഡിയകൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും. എനിക്ക് കൂടുതൽ മെച്ചമെന്ന് തോന്നിയ ഒരു ഐഡിയ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്താം. നമ്മുടെ കുട്ടികളോട് പറയാം, നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു തവണ എല്ലാവരും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളോട് പറയാം, മക്കളെ നിങ്ങൾ ഒന്നുകൂടി അത് ഇരുന്നതിന് ശേഷം ആവർത്തിച്ച് ഈ പാഠം വായിക്കുക. അത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ വിളിക്കും, അല്ലെങ്കിൽ എല്ലാവരെയും വിളിക്കും. എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് പുസ്തകത്തിന്റെ സഹായമില്ലാതെ ഞാൻ വായിച്ച പാഠം ഇന്നതാകുന്നു, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്നതാകുന്നു എന്ന് ഒരു അര മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ പറയാൻ പാകത്തിൽ കുട്ടിയെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു ശ്രമം ക്ലാസ് റൂമിനകത്ത് ഉണ്ടാകുമ്പോൾ പുസ്തകത്തിന്റെ സഹായമില്ലാതെ കുട്ടി ഇവിടെ വന്ന് പറയണം എന്നുണ്ടെങ്കിൽ കുട്ടി അത് വായിക്കുമ്പോൾ ശരിക്കും മനസ്സിരുത്തി വായിക്കേണ്ടി വരും.
അപ്പൊ ഏതെങ്കിലും വാക്കുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും. പക്ഷെ ഇങ്ങനെ നടത്താൻ അധ്യാപകന് മനസ്സിലായിരിക്കണം, അത് പ്രധാനമാണ്. അതൊക്കെ പത്രം മതി എന്ന രീതിയിൽ നമ്മൾ അത് കൂട്ടിവെക്കുമ്പോൾ സ്വാഭാവികമായും 5 അല്ല 10 അല്ല 20 കൊല്ലം നമ്മളൊരു കുട്ടിയെ അവിടെ ഇരുത്തി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തു വരുന്ന കുട്ടിയിൽ ഒരു മാറ്റവും പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമായി അവരിൽ ഉണ്ടാകേണ്ട വളർച്ച ഉണ്ടാവുമെന്ന് മാത്രം. ഇതാണ് അതിനകത്ത് നടക്കുക. അതാണ് വായനയെ മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ വഴി. ഇതല്ലാത്ത ധാരാളം വഴികൾ ഉണ്ടാകും. നമുക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലോ വേണമെങ്കിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പഠന പ്രശ്നം എന്ന് പറയുന്നത് ഡിസ്ഗ്രാഫിയ, അതായത് എഴുത്തിന്റെ മേഖലയിൽ കുട്ടികൾ വളരെ പുറകോട്ട് പോയിട്ടുണ്ടാകും. എഴുത്തിന്റെ മേഖലയിൽ കുട്ടികൾ വളരെ പിറകോട്ട് പോകാന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആയതുകൊണ്ട് ഉസ്താദ് എഴുതാൻ പറയും. ചിലപ്പോൾ ചില ഉസ്താദുമാര് പ്രത്യേകിച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പിലോ വേറെ ഇതിലൊക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നോക്കാനുള്ള സമ്പ്രദായം വളരെ കുറവായതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളത് ശരിക്കും നോക്കാത്തത് കൊണ്ടോ കുട്ടികൾ, ഇപ്പൊ അത് മലയാളം ആയിരുന്നാലും അറബി ആയിരുന്നാലും വേറെ ഏത് ഭാഷ ആയിരുന്നാലും നമ്മുടെ കുട്ടികൾ വളരെ പിന്നിലായിട്ടുണ്ട് എഴുത്തിന്റെ മേഖലയിൽ. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നാളെ പോയിട്ട് കുട്ടികളെ കൊണ്ടൊന്ന് കേരളം എന്നോ ഇന്ത്യ എന്നോ അല്ലെങ്കിൽ ക്രിസ്താബ്ദം എന്നൊക്കെ ഒന്ന് അറബി മലയാളത്തിൽ എഴുതിച്ചു നോക്കി, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിപ്പിച്ചു നോക്കി. അപ്പൊ നമുക്ക് ബോധ്യപ്പെടും നമ്മുടെ, അതായത് ഒരു 5 മുകളിലുള്ള കുട്ടികളെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു നോക്കിയാൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ ഏകദേശം എല്ലാവരും ഇപ്പൊ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ വായനയ്ക്ക് എഴുത്തിന്റെ ഇതിലൊക്കെ വിഷയത്തിൽ 1 മുതൽ വളർച്ച പക്വതയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നേ ഉള്ളൂ. ബാക്കിയല്ല 4 ക്ലാസ്സുകാർ അടുത്ത വർഷം വരുമ്പോൾ സെയിം ആയിരിക്കും. പഠനത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ രക്ഷിതാക്കൾ ഓവറായിട്ട് ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു മാറ്റം ഉണ്ടാവും. അല്ലാതെ 4 ക്ലാസ്സിലെ കുട്ടികൾ ഏകദേശം സെയിം ആയിരിക്കും. അപ്പൊ ഈ മുതിർന്ന കുട്ടികളിൽ നമ്മൾ ഇപ്പൊ തന്നെ കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയൊരു ഭാരം നമ്മുടെ ഭാഗത്ത് നിന്ന് കുറഞ്ഞു കിട്ടും. അപ്പൊ ഈ കുട്ടികളുടെ എഴുത്ത് വളരെ പിറകിലായതുകൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിൽ നമ്മളുടെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ലോകത്തൊട്ടാകെയും ഏറെക്കുറെ നടക്കുന്ന പരീക്ഷകളൊക്കെ എഴുത്ത് പരീക്ഷകളാണ്. ഒരു വിദ്യാർത്ഥിയുടെ സ്കിൽ അളക്കാൻ, കഴിവ് അളക്കാൻ ഇപ്പോൾ നിലവിൽ സ്വീകരിക്കുന്ന മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് പരീക്ഷ തന്നെയാണ്. പക്ഷേ ലോകത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങേയറ്റം മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഈ എഴുത്ത് പരീക്ഷ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാനത് പറയുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശം കൂടി ഉണ്ട്. ഒരു 5-10 വർഷം കൂടി കഴിയുമ്പോഴേക്ക് നമ്മളുടെ മേഖലയിൽ നിന്നും എഴുത്തു പരീക്ഷ പാടെ എടുത്തു മാറ്റപ്പെടും. കാരണം എന്താണെന്നറിയോ, എഴുത്തു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ ഒരു സ്കില്ല് മാത്രമേ അളക്കപ്പെടുന്നുള്ളൂ ഏറെക്കുറെ. ഇപ്പൊ ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ എഴുത്തു പരീക്ഷയേ ഇല്ല. കാരണം വിദ്യാഭ്യാസപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. പക്ഷെ നമ്മളുടെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ മനഃപ്പാഠമാക്കാൻ ശേഷിയുള്ള കുട്ടി ആരാണോ ആ കുട്ടിക്ക് പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടാൻ കഴിയും. എഴുത്ത് കുറച്ച് മെച്ചപ്പെട്ട കുട്ടി കൂടിയാണെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ മാർക്ക് നേടാൻ കഴിയും. ആ ഒരു സ്കിൽ കൂടുതൽ മനഃപ്പാഠമാക്കാൻ ശേഷിയുള്ള കുട്ടികൾക്കാണ് ഭൗതികമായിരുന്നാലും നമ്മുടെ ദീനീ മേഖലയിലായിരുന്നാലും ഇപ്പൊ കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ഇത് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഈ ശേഷി മാത്രമല്ലല്ലോ ഉള്ളത്. പരീക്ഷയിലൂടെ ഒരു കുട്ടിയുടെ ഈ ശേഷി മാത്രമല്ലല്ലോ മികച്ച. അപ്പൊ ആ കുട്ടിക്ക് 80 മാർക്ക് കിട്ടിയാൽ ആ കുട്ടി 1ാം റാങ്കുകാരനാകുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾ പിറകോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല കുട്ടികളിലും പല കഴിവുകളാണ് ഉണ്ടാകുക, പല ശേഷികളാണ് ഉണ്ടാവുക. ആ ശേഷികൾ അളക്കപ്പെടാനുള്ള മാർഗങ്ങൾ ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇനി വരും ഭാവിയിൽ, സമീപ ഭാവിയിൽ അതിന്റെ വഴികളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോ നിലവിൽ കുട്ടികൾക്ക് എഴുത്തിന്റെ മേഖല മെച്ചപ്പെടുത്തിയേ മതിയാകൂ. മിനിമമായിട്ട് അവർക്ക് നല്ല കോലത്തിൽ എഴുതാനെങ്കിലും അറിയണം, അക്ഷരത്തെറ്റില്ലാതെ. അതുകൊണ്ടത് മലയാളം നമ്മളുടെ ഭാഗമല്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. ഇടവേളകളിൽ സമയം കിട്ടുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അറബി മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് എഴുതാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഇതിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള, എഴുത്തിനെ പലപ്പോഴും അധ്യാപകർ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് കാണാറുള്ളത്. നാളെ വരും നമ്മൾ കുട്ടികൾ പോവാണ്ട്, അല്ലെങ്കിൽ വേറെ ക്ലാസ് ശ്രദ്ധിക്കാണ്ടെങ്കിൽ എന്താ കുട്ടികൾ മക്കളെല്ലാവരും ഈ പാടൊന്നും എഴുതിക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് കടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ, ചിലപ്പോ ചില കുട്ടികൾ ആദ്യത്തെ 4 വരി എഴുതും, പിന്നെ അവസാനത്തെ 10 വരി എഴുതുന്ന പുസ്തകം ഞാൻ എഴുതി കഴിഞ്ഞിട്ട് പോലും ഇരിക്കുന്ന. അല്ല, അതൊന്ന് വെരിഫൈ ചെയ്യാൻ പോലും നമുക്ക് സമയമില്ല. അങ്ങനെ സമയമില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കാതിരിക്കുമ്പോൾ കുട്ടികളുടെ എഴുത്തിന്റെ മേഖല വളരെ ശോഷിച്ചു പോകും.
ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടികളായിരിക്കും ഒരു പക്ഷേ നാളെ നമ്മളുടെ മരുമക്കളായിട്ടോ മരുമകനായിട്ടോ എന്തെങ്കിലും ആയിട്ടൊക്കെ വരിക, അല്ലെങ്കിൽ ഈ മക്കളായിരിക്കും നമ്മുടെ ചുറ്റുവട്ടത്തെ സെക്രട്ടറിയും പ്രസിഡന്റും വേറെയൊക്കെ ആയിട്ട് വരിക. ഇവരെ ഈ യഥാർത്ഥ രീതിയിൽ വളർത്തേണ്ട രീതിയിൽ വളർത്താത്തതിന്റെ ദോഷങ്ങൾ ആ മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായും കുട്ടിയുടെ എഴുത്ത് മെച്ചപ്പെടുത്താൻ അധ്യാപകന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോ നമ്മുടെ ഒരു പാഠഭാഗം കഴിഞ്ഞാൽ അപ്പൊ ആ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഉണ്ടാവും, കുറച്ച് പ്രയാസമുള്ള വാക്കുകൾ ഉണ്ടാവും. ആ വാക്കുകളെ കുട്ടികളോട് പറയാൻ മക്കൾ എല്ലാവരും എല്ലാം ശ്രദ്ധിച്ച് വായിച്ചോളി, എന്നിട്ട് നല്ല ശരിക്ക് ഓരോ പദങ്ങളും ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കോളി. ഞാനൊരു പക്ഷേ നിങ്ങളിൽ ചില ആളുകളെ വിളിച്ച് ബോർഡിൽ എഴുതിപ്പിക്കും ഇന്ന വാക്കുകളൊക്കെ എഴുതിപ്പിക്കും, അല്ലെങ്കിൽ പാഠത്തിലെ ഏതെങ്കിലും വാക്കുകൾ എഴുതിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കും. എന്നിട്ട് വളരെ പിറകിൽ നിൽക്കുന്ന പിന്നാക്ക എഴുത്തിന്റെ മേഖലയിൽ വളരെ പിന്നാക്ക നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടെത്തിയിട്ട് ആ കുട്ടികളെ വിളിച്ചിട്ട് എഴുതിപ്പിക്കാം ബോർഡില്. അതിന് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ സമയം മതി. നമ്മൾ ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് പാഠഭാഗം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്തിനകത്ത് ഇത്തരം സംഗതികൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ വിളിച്ചിട്ട് എഴുതിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവനത് കുറച്ച് തെറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഒറ്റയടിക്കന്നെ അവനെ നിരുത്സാഹപ്പെടുത്തുന്നത്. നമുക്ക് എന്ത് എഴുത്താണ് എനിക്ക് എന്തെങ്കിലും പണി 8 മാസം ഒരാഴ്ച അങ്ങനെ പറഞ്ഞ് നിരുത്സാഹം മുളയിലേ നമ്മൾ അവനെ ഉള്ളിൽ കളയരുത്. പിന്നെ അതൊരു അംഗീകാരം കൂടെയാണ്. എപ്പോഴും അധ്യാപകൻ എന്ന നിലയ്ക്ക് ഒരു കുട്ടിയെയും നമ്മുടെ ഒരു സംസ്കാരം പ്രോത്സാഹനമാണ് നമ്മളുടെ ഭാഗത്തുണ്ടാകേണ്ടത്, നിരുത്സാഹം നമ്മുടെ ഭാഗത്തുണ്ടായിക്കൂട. പക്ഷെ പ്രോത്സാഹിപ്പിക്കാൻ അംഗീകാരം കൊടുക്കാൻ എന്താണെന്നറിയില്ല, ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത് അധ്യാപകരാണ്. ഒരു കുട്ടിക്കാരൻ ഇത് പറയാൻ എളുപ്പമാണ്, നമുക്ക് എന്ത് എഴുത്താണ് എഴുതി വെച്ചത് അത് പറയാൻ എളുപ്പമാണ്. അതേ സമയം ഇത് ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറാവൂട്ടോ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ആവുകയെ എന്ന് നല്ല നമുക്ക് കുട്ടി ഇത് പറയുകയാണെങ്കിൽ ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് ഇത് മാറ്റം ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ ഇത്തവണ പറഞ്ഞാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഇതിന്റെ കുറവ് പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കാണുകയാണ്. നമ്മുടെ കുട്ടികളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന് ഈ അംഗീകാരം കൊടുക്കുന്നതിന് വലിയ ഒരു പങ്കുണ്ട്. ചില മുതിർന്ന ഉസ്താദുമാരൊക്കെ നിങ്ങൾ കണ്ടോ, ആ നാട്ടിലേക്ക് മുഴുവൻ സ്വീകാര്യം അത് മൂപ്പരുടെ ഇങ്ങനത്തെ വിനയാന്വിതമായ പ്രവർത്തനമാണ്. ചില ആളുകളെ കാണുമ്പോൾ തന്നെ അള്ളാ വേണ്ടതാ എന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ട അഭിപ്രായമാണ്. മൂപ്പരെ കണ്ടാൽ തന്നെ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് മോശം. നമ്മൾ വന്നാല് സമാധാനമാണ് എന്നുള്ള രീതിക്കാണ് വേണ്ടത് ശരിക്കും. ആ മൂപ്പരെ വടിന്റെ ഇതിലൊക്കെ വലിപ്പം കണ്ടിട്ട് ഭയങ്കര അങ്ങനെ പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് അംഗീകാരമായിട്ട് കണ്ടുകൂടാ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ അളവിലേക്ക് നമ്മൾ അതിന് എളുപ്പമാണ്. അപ്പൊ സാർ ഇപ്പൊ നോക്കി നമ്മൾ ഇത്രയൊക്കെ മുതിർന്ന നമുക്ക് തന്നെ ആരെങ്കിലും പ്രോത്സാഹനം തന്നാൽ എന്തൊരു ഊർജായിരിക്കും അത്, അല്ലെങ്കിൽ നമ്മൾ കാണാം ആ പ്രവർത്തനം ഉഷാറായിട്ട് അതിങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത് കൊടുത്താൽ അയാളിൽ നിന്ന് പിന്നെ കൂടുതൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്ക് ആ ബൂസ്റ്റിങ് നമ്മൾ കൊടുത്തു എഴുത്തുണ്ട്. മോനെ എൻ്റെ എഴുത്ത് ഇങ്ങനെ ശരിയാവട്ടോ, ഒന്നും കൂടി ഇത് ഇങ്ങനെ ശ്രദ്ധിക്കണേ, അത് ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ടോ എന്ന അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ മെച്ചപ്പെടും. അല്ലെങ്കിൽ ചില കുട്ടികൾ നല്ല എഴുത്തായിട്ടുണ്ടാവും, നമ്മൾ എഴുതപ്പെടുന്നത് മാക്കൊണ്ടേ കാണിച്ചു കൊടുക്കണം കേട്ടോ. ചില കുട്ടികളൊക്കെ ആകുമ്പോൾ മാക്കൊണ്ടേ കാണിച്ചു കൊടുക്കണം കേട്ടോ, നല്ല ഉഷാറായിട്ടുണ്ട് ഒന്നുകൂടി. അപ്പൊ അത് കൂടുതൽ കുട്ടികൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ആദ്യം തന്നെ കുട്ടികളെ നമ്മൾ ക്ലാസ് റൂമിനകത്ത് പരസ്യമായി നമ്മളെ അവരെ തേജോവധം ചെയ്ത് കഴിഞ്ഞാല് നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി നമ്മളെ ക്ലാസ്സിൽ മെച്ചപ്പെടില്ല. കാരണം എന്താണെന്ന് അറിയോ, ആ കുട്ടിയെ നമ്മൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഞാൻ കുട്ടീന്റെ മനസ്സിൽ തന്നെ പിന്നെ എന്താ ഉണ്ടാവുന്ന ഉസ്താദടക്കം ആൾക്കാരുടെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ, ഇനിയിപ്പോ ഞാൻ മെനക്കെട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് കുട്ടിയിൽ അത് തോന്നിപ്പിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടിക്ക് ഉസ്താദ് രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അധ്യാപകരും രക്ഷിതാക്കളുമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് അത് അവരുടെ വളർച്ചയുടെ അടിസ്ഥാനപരമായ കാര്യമാണ്. അപ്പൊ അംഗീകാരങ്ങൾ കൊടുക്കാനും പ്രോത്സാഹിപ്പിക്കാനും കുട്ടികൾ തിന്മ ചെയ്താൽ പോലും തിന്മയെ നന്മ കൊണ്ട് നേരിടാനാണ്, പ്രോത്സാഹനം കൊടുത്തിട്ട് നേരിടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഒരു കുട്ടി എന്തെങ്കിലും തിന്മ ചെയ്ത് കഴിഞ്ഞാല് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്, അല്ല കുടുംബക്കാരൻ ഇവ അങ്ങനെയാണ്, അല്ല അയൽവാസി അങ്ങനൊക്കെ പാടി പറഞ്ഞ് അവനെ അടക്കമാക്കുന്നതിന് പകരം എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ
ഇതിങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല, ഇത് നല്ല കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ആളാണല്ലോ എന്ന അർത്ഥത്തിൽ ഒരു മനക്ലേശം ഉണ്ടാകുന്ന തരത്തിൽ ആ കുട്ടിയെ നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ എഴുത്തിന്റെ മേഖലയിൽ നമുക്ക് അങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്കാൽക്കുലിയ അഥവാ കണക്ക് കൂട്ടാനും കുറക്കാനും നമ്മുടെ കുട്ടികൾ അങ്ങേയറ്റത്തെ സംഖ്യയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുട്ടികൾ വളരെ പിറകിലായിട്ട്. ഉദാഹരണം പറയാം, ഒരു കുട്ടിയോട് നമ്മൾ പറയുമ്പോൾ മുസ്ഹഫിലെ ഒരു 242ാമത്തെ പേജ് നിങ്ങൾ മറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മറിക്കാൻ കഴിയില്ല. കുട്ടിയെ ഒന്നുകിൽ ഉസ്താദിന്റെ ഉടനുള്ളത് അല്ലെങ്കിൽ അപ്പുറത്തെ പേജിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് വരാം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് കണക്ക് അറ്റ്ലീസ്റ്റ് കൂട്ടാനും കുറക്കാനെങ്കിലും അറിയാം. അപ്പൊ പലപ്പോഴും ഉസ്താദുമാർ സംശയം കാരണം നമ്മളിപ്പോ മദ്രസയിൽ കണക്ക് കൂട്ടാനും കുറക്കരുത്, പിന്നെ നമ്മളെ ഭാഗമല്ല, നമ്മളെ ഈ സമുദായം നമ്മളെ ഈ ഉമ്മത്ത് പിന്നെ ഒന്നപ്പതൊക്കെ പഠിക്കുക, ഇത് നമ്മളുടെ ഭാഗം തന്നെയാണ്. സ്കൂളിലോ വേറെടുത്ത് കുഞ്ഞിപ്പോ നമ്മളെ സമുദായത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ആളുകൾ മെനക്കെടൊന്നുമില്ല. ഈ സമുദായം നമ്മളുടെ ഉമ്മത്തെ ഇസ്സത്തുള്ളവരായി തീരുക എന്നുള്ളത് നമ്മളിൽ അർപ്പിതമായ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഓരോ സക്കാത്തിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഫർദ് ഷർത്ത് ഇതുമായി ഒക്കെ ബന്ധപ്പെട്ട എല്ലാതുമായും സംഖ്യകൾ പരസ്പരം ബന്ധിതമാണ്. അല്ലെങ്കിൽ ഒരാളുടെ ജനനത്തിന്റെ ഡേറ്റ് കിട്ടി, മരണത്തിന്റെ ഡേറ്റ് കിട്ടി, അയാളുടെ വയസ്സ് എത്രയെന്ന് കണ്ടെത്താനുള്ള ഒരിക്കലെങ്കിലും കുട്ടികളെ കൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിച്ചു നോക്കണ്ടേ. എന്നാലല്ലേ വലിയ ഈ കഴിവൊന്നും വർദ്ധിക്കാനുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭദ്രമായി ശ്രദ്ധിക്കാത്തിടത്തോളം കാലം നമ്മളുടെ സമൂഹമോ നമ്മളുടെ ഉമ്മത്തോ ഉന്നതിയിലേക്ക് വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കുട്ടികളാണ് നമ്മളുടെ ഇനി വരുന്ന തലമുറയെ നിയന്ത്രിക്കാനും ഈ സമൂഹത്തെയും ഈ രാജ്യത്തെയും നമ്മളുടെ ലോകത്തെയും ഒക്കെ നിയന്ത്രിക്കാനുള്ളവർ. ആ ഒരു അളവിൽ തന്നെ വേണം നമ്മൾ ക്ലാസ് റൂമിനകത്ത് പോകാൻ. വെറും നമ്മളുടെ ശമ്പളം നമ്മളുടെ സംഗതികള് എന്ന അളവിൽ മാത്രമാണ്. നമ്മളുടെ അത്തരത്തിലുള്ള നിയ്യത്ത് നന്നായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾക്ക് അല്ലാഹു തുണയായിട്ടുണ്ടാകും. നമ്മളുടെ ഇവിടെ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന വലിയവരായ ഉസ്താദുമാരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. അവര് ഗൾഫിലോ വേറുള്ള വലിയ ജോലികൾക്കോ വേറുള്ളതോ ഒക്കെ ഓർക്കും ചെയ്യാനോ അവർക്കൊക്കെ അതിനൊക്കെ അവസരങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ ബുദ്ധിയും പക്വതയും ശേഷിയുള്ളവർ തന്നെയാണ് അവരൊക്കെ. പക്ഷെ അവർ ഈ വഴികളിൽ നടന്നത് നമുക്ക് വലിയ മാതൃകകളാണ്. ഈ ഒരു കാലയളവിൽ ഞാൻ എൻ്റെ ഒരു 4-5 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ധാരാളം ഉസ്താദുമാരുമായിട്ട് ഇങ്ങനത്തെ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ബിരുദം കൊണ്ടോ വേറെ കൊണ്ടൊക്കെ ഉള്ളവരൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ എടുത്തിട്ടുണ്ടാവുക. എല്ലാത്തവരും വളരെ സൂക്ഷ്മാനുക്കൾ. കാരണം അവരുടെ നിയ്യത്തിന് പ്രാധാന്യമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് എന്ന ശരിയായ ബോധ്യത്തിലാണ്. അതിനൊരു സമയമോ വേണ്ടതോ ഒന്നുമല്ല. അവരെന്നായിരിക്കും ഒരു പക്ഷേ ക്ലാസ് റൂമിനകത്ത് ഇത്തരം സന്ദർഭം കേട്ടെടുക്കുക. ഇങ്ങനത്തതിലൊക്കെ ഒരു ഭയങ്കര ഉത്സാഹങ്ങളായിരിക്കും. പക്ഷേ വരുന്നവർക്ക് വരാൻ തന്നെ സമയമില്ല. പിന്നെ നിങ്ങൾ ഈവൻ സലാത്ത് ചൊല്ലുമ്പോ പോലും കുട്ടികൾ ശരിയായ രീതിയിൽ കൈ വെക്കുന്നുണ്ടോ, അവരുടെ തൊക്കിലാണോ പുസ്തകം, അതൊന്ന് താഴെ വെക്കണം എന്ന് പറയാനുള്ള മനസ്ഥിതി പോലില്ല. പിന്നെ ഈ കുട്ടിയിൽ എന്ത് സാംസ്കാരിക കൈമാറ്റമാണ് നടക്കുക? എന്നാ പിന്നെ ആ കുട്ടി അതിനേക്കായി നല്ലത് പിന്നെ ഓൺലൈൻ ക്ലാസ് കാണുകയാണ്. കാരണം അധ്യാപകന്റെ സുഹൃത്ത് ഉണ്ടായിട്ടും മദ്രസയിൽ നിന്ന് വിട്ടുപോകുമ്പോ ജനവാദി അടക്കാൻ പറ്റണില്ല, മാറാളെ കാണുമ്പോ അത് തട്ടാൻ പറ്റണില്ല, കച്ചറകളോ അഴുകുകളോ ഉണ്ടാകുമ്പോ അത് വൃത്തിയാക്കാനുള്ള സെന്റൻസ് മനസ്ഥിതി ഇല്ല. പിന്നെ ഈ കുട്ടിയിൽ എന്തു സാംസ്കാരിക കൈമാറ്റമാണ് നടക്കുക? ഈമാന്റെ പകുതിയാണ് വൃത്തി വെടുപ്പിനൊക്കെ നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഇത്തരം കാര്യങ്ങളൊന്നും മദ്രസയിൽ തന്നെ ശരിയായ രീതിയിൽ നടപ്പിലാക്കൂല. ഇത് പറയുമ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഇവിടെ വളരെ ക്ലീൻ ആണ് ഏറെക്കുറെ. നമ്മൾ പറയുമ്പോൾ വലിയ ഇടങ്ങളാണ്. അപ്പൊ ഇത്തരം സാംസ്കാരിക കൈമാറ്റങ്ങൾ കുട്ടികളിൽ നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇനി നമ്മൾ എന്തവിടെ കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ പിന്നെ മുന്നില് അമലിന്റെ മുന്നേ ഇഖ്ലാസും റജാവും ഖൗഫും ഉണ്ടാകും. അമലിന് വേണ്ടിയിട്ടാവില്ല. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ സംഗതി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കാം. നമ്മളുടെ നാട്യങ്ങളിലല്ല ഇഖ്ലാസും ഖൗഫും റജാവും ഒന്നും ഉണ്ടാകേണ്ടത്, പ്രവർത്തനങ്ങളിലാണ്. അള്ളാഹു ഹൃദയാന്തരങ്ങളിലേക്കാണ് നോക്കുന്നത്. സ്വാഭാവികമായും പുറത്ത് നമ്മളുടെ നാട്യങ്ങൾ എങ്ങനെ എന്നുള്ളത് അത്ര വലിയ ഗൗരവമുള്ള സംഗതിയല്ല. ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉയർച്ചയുടെ അധ്യാപന മേഖലയിൽ
ഉയരണമെന്ന് ആഗ്രഹിക്കുന്നവർ ബേസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കാൾ മുതിർന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക. പ്രായം കൊണ്ട് സ്വാഭാവികമായും അവർ ധാരാളം അനുഭവ സമ്പത്തുള്ളവരാണ്. അത് നമ്മളുടെ മേഖലകളിൽ നിന്ന് എടുത്തു പോയി കഴിഞ്ഞാൽ നമ്മളുടെ വ്യവസ്ഥക്കു തന്നെ തകരാറുണ്ടാകും. വ്യവസ്ഥക്കു തന്നെ തകരാറുണ്ടാകും. നമ്മളുടെ വ്യവസ്ഥക്കു തന്നെ തകരാറുണ്ടാകും. ഇത് അധ്യാപന മേഖലയിൽ മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ വളരെ വേഗം പറ്റുന്ന സംഗതികളാണ്, ഞാനിപ്പോൾ മറുപടി പറയും. എന്തായിരുന്നാലും അള്ളാഹു നമ്മളുടെ ഈ കൂടലും പിരിയലും ഒക്കെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെക്കാൾ മുതിർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെയൊക്കെ തട്ടിലായി നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവരുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, ഭക്ഷണം നൽകിയവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അള്ളാഹുവെ അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ. പഠിച്ചവനെ ദീനിന്റെ വഴിയിൽ നടക്കാനുള്ള സൗഭാഗ്യം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം സംസ്ഥയുടെ നേതാക്കന്മാർ, ഉസ്താദുമാർ, മഹാന്മാരായ ആളുകൾ, അവരുടെ ഒക്കെ വഴി ഹക്ക് ജാതി ബലപ്പെട്ടുകൊണ്ട് അവരുടെ വഴികളിൽ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണേ. പഠിച്ചവനെ അവരുടെ ദർജ നീ ഉയർത്തിക്കൊടുക്കണം. എൻ്റെ വാക്കുകൾ കൊണ്ടോ മറ്റുള്ള ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.